என் கண்ணில் ஈரம் வந்தால் என் நெஞ்சில் வாரம் வந்தால் சாய்வேனே உன் தோளிலே. கண்ணீரே கூடாதென்றும் என் பிள்ளை வாடாதென்றும் சொல்வாயே அண்ணாலிலே. இனி ஒரு ஜென்மம் எடுத்து வந்தாலும் உன் மகனாகும் வரம் தருவாய். உன் வீட்டு சின்ன கோயில் நீ கொஞ்சம் வண்ண கோயில் நான் தான். ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് കോട്ടയത്തിന് പോകുന്ന ദിവസമാണ് കേട്ടോ. ഇത് ഇന്നലെ ഞാൻ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചതാണ്. പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നില്ല. കാരണം വേഗം പോയാലേ വേഗം എത്തുള്ളൂ. കാരണം ബ്ലോക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ പോകുന്നതിന് മുമ്പ് അറിയാമല്ലോ, എല്ലാ സേവനവാരം കഴിഞ്ഞിട്ടായിരിക്കും പോവുക. അപ്പം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന വേസ്റ്റ്, അതായത് കാർഡ്ബോർഡ് ബോക്സുകളെല്ലാം എടുത്തിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഇന്നൊരു കുനെ കൊണ്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇല വന്ന് കൂടിയിട്ട് ആകെ നാശമായിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാനും കുറച്ചധികം നാളായി ഇപ്പുറത്തോട്ട് തീ കത്തിക്കാൻ വന്നിട്ട് 2 പ്രാവശ്യം ഡാഡിനെ കൊണ്ടാണ് ഞാൻ കത്തിച്ചത്. അപ്പോൾ എനിക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ആളുള്ള സ്ഥിതിക്ക് ആളോടൊന്ന് പറഞ്ഞ് ചെയ്തേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അലക്കാനിട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പം അത്രയ്ക്കും ലോഡ് കാണില്ല. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഉഷാറായി. അപ്പോൾ അതൊന്ന് കഴിയാൻ വെയിറ്റ് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ ഗസ്റ്റ് റൂം ഒതുക്കിയിട്ടിട്ടുണ്ട്. അതിരിക്കുന്ന പിള്ളേരുടെ യൂണിഫോമാണ് കേട്ടോ. ഇനി വന്നിട്ട് അയൺ ചെയ്ത് സെറ്റാക്കണം. ഇത് ഓണം ഡ്രസ്സൊക്കെ അവിടെ ഇരിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഓണത്തിൻ്റെ അന്ന് വരുമ്പോൾ ഇതൊക്കെ ഇടിയിപ്പിക്കണം കേട്ടോ. അങ്ങനെ അവിടുത്തെ ലൈറ്റും ഫാനും എ സിയുടെ സ്വിച്ചും ഒക്കെ ഓഫ് ചെയ്തു. കാരണം നമ്മൾ ഇന്നലെ ഇവിടെ നിന്നാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ എ സി ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓഫാക്കി. ഇത് ഫുൾ അലക്കി ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ബിസിനസ് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് വെക്കാറ്, സ്റ്റോക്ക് ചെയ്യുന്നതൊക്കെ. അതൊക്കെ ഒതുക്കി എടുത്ത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ചാക്കോൻ്റെ ലഞ്ച് ബാഗ് കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഗപ്പിക്കുഞ്ഞുങ്ങൾ ഭയങ്കര ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. കുറേ എനിക്കൊന്ന് 2-3 സെറ്റ് പാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും കുട്ടികൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് നമ്മൾ വേഗം ഇറങ്ങി കേട്ടോ. 8 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങിയപ്പം 8:15 എന്നാലും കുഴപ്പമില്ല, പിള്ളേർ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി. ഇന്നലെ ഉറങ്ങാനും ഒക്കെ ലേറ്റായി കേട്ടോ. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ചാക്കോൻ്റെ ആ ഒരു സർജറിയുടെ സമയത്ത് ഞാൻ അൽഫോൺസാമ്മയുടെ അടുത്ത് പോവാം എന്നുള്ളത് നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെ പ്ലാൻ ഓണം വെക്കേഷനോടെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം പിള്ളേരെയും കൊണ്ടൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം എന്നായിരുന്നു. ബട്ട് ഇത് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് കഥയിൽ വന്നപ്പം ഡോൺ ചേട്ടൻ വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് സൺഫ്ലവർ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് കേട്ടോ. നമ്മുടെ ജമന്തി പൂവൊക്കെ ഒരു ലോഡ് ഉണ്ടായിരുന്നു. നമ്മുടെ കീഴിലെല്ലാം ചെന്നപ്പോഴായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ ചെന്നിടത്തൊക്കെ ബ്ലോക്കായിരുന്നു. പിന്നെ നമ്മൾ എവിടെ നിന്നോ തിരിഞ്ഞിട്ട് നമ്മുടെ എവിടെയാണ്, ഫെഡറൽ സിറ്റിയാണോ എന്താണോ, ഫിസാറ്റല്ലേ അത്, അവിടുന്ന് തിരിഞ്ഞ് ഉള്ളിൽ കയറി എവിടേക്കോ പോയിട്ടാണ് നമ്മൾ, അതായത് അങ്കമാലി ഇതൊന്നും കാലടി ഒന്നും ടച്ച് ചെയ്യാണ്ടാണ് നമ്മൾ ഇപ്പുറത്തെത്തിയത് കേട്ടോ. അപ്പോൾ ചാക്കോ ഫ്രണ്ടിൽ നിന്ന് വന്ന് ബാക്കിലേക്ക് ഇരുന്നു. അല്ലെങ്കിൽ അവന് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനെന്നാൽ ഫ്രണ്ടിൽ പോകാൻ, നീ ബാക്കിലിരുന്നു. അതവന് പറ്റില്ല. തോമു ഒരു 10:30 ആയപ്പം കിടന്നുറങ്ങി. കാരണം നല്ല ഉറക്കക്ഷീണമുണ്ട്. ചാക്കോ ഇങ്ങനെ ഇരിക്കുകയാണ്, എപ്പോൾ ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ആ ഫോണിൻ്റെ ബലത്തിൽ അവിടെ ഇരിക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ കാലയിലാണ് ഇങ്ങനെ ഉടക്കിയിരിക്കുന്നത്. എനിക്കാണെങ്കിൽ കാലനക്കാൻ വയ്യ. അവൻ ഉറങ്ങും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ സുഖമായിട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. ഈ ഒരു പൊസിഷനിൽ ഞാൻ ഒരു മണിക്കൂർ എടുത്ത് ഈ പൊസിഷനിൽ ഞാൻ ഇരിക്കേണ്ടി വന്നു. എൻ്റെ കാലെനിക്ക് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ തോമു എഴുന്നേറ്റപ്പം തോമുവിനെ ഫ്രണ്ടിലോട്ട് തട്ടിയിട്ട് ചാക്കോനെ ഞാനെടുത്ത് ആ സീറ്റിലോട്ട് കിടത്തി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നമുക്ക് ഓൺ ദ വേ ഭരണങ്ങാനം പോയിട്ട് പോവാം. കാരണം ഇനി തിരിച്ച് വരുമ്പോൾ അതൊന്നും നടക്കില്ല. നമ്മൾ ഓണത്തിൻ്റെ അന്ന് മോർണിംഗ് വരുമ്പോൾ ഇവിടെ കയറി അവിടെ കയറി പോകുമ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രവർത്തനം എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ നമ്മുടെ മിയയുടെ വീടുണ്ട് കേട്ടോ. അപ്പം മിയയുടെ വീടൊക്കെ കണ്ടു. നമ്മൾ കയറിയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഡോൺ ചേട്ടനും ഞാൻ കാണിച്ചു കൊടുത്തു. ഇതുവരെ അങ്ങനെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് കാണിച്ചിട്ടില്ല. ഇന്ന് ഇപ്പം ഇങ്ങനെ ഭയങ്കര കാമായിട്ട് പോയതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയത് കൊണ്ട് നന്നായി. പിള്ളേരെയും ഒക്കെ എനിക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഭരണങ്ങാനത്ത് കൊണ്ടുപോകാൻ പറ്റി. അവനെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാം എനിക്ക് ഭംഗിയായിട്ട്, ഞാൻ വിചാരിച്ചതിലും സ്മൂത്തായിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ അൽഫോൺസാമ്മ ചെയ്തു തന്നു. പിന്നെ കുർബാനയ്ക്കും നൊവേനയ്ക്കും ഒക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് പിന്നെ നേർച്ചയപ്പമൊക്കെ വാങ്ങിച്ച് ഒറ്റാണ് കേട്ടോ വന്നത്. നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. ബസ്സിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഭാഗ്യത്തിന് ആ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടി.
അങ്ങനെ അവിടെ ഒതുങ്ങി. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല മഴക്കാറുണ്ട്. ഡോൺ ചേട്ടൻ കുട എടുത്തെങ്കിലും പറഞ്ഞു പെയ്യാൻ ചാൻസ് ഇല്ലടി, നമുക്ക് കുട വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്കിപ്പം ഒരു 3-4 പ്രാവശ്യം വന്ന് എക്സ്പീരിയൻസ്ഡ് ആണ്. സോ ഭയങ്കര കൂളായിട്ട് തോമ് കയറി പോകുന്നുണ്ട്. ചാക്കോയ്ക്ക് ബോധം വന്നിട്ട് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ അതേ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും വേഗം എനിക്ക് വരാൻ പറ്റുമെന്ന്. കാരണം അറിയാമല്ലോ നമ്മുടെ തിരക്കും കാര്യവും, പിന്നെ ഇതിനായിട്ടൊരു പർട്ടിക്കുലർ ഡേ ഞാൻ കണ്ടെത്തണം, ഇവിടെ വന്നിട്ടൊരു ദിവസം കണ്ടെത്തി പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നെങ്കിൽ പിള്ളേരെ കൊണ്ടുപോകില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരും. പക്ഷേ ഇതെനിക്ക് 2 പേരെയും കൊണ്ട് എത്തിക്കാൻ പറ്റിയ ആ നടയിൽ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചിട്ടാണ് അവിടെ നിന്ന് വന്നത്. നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി ആ ഒരു റൂട്ട് എടുത്ത് പോയത്. ബ്ലോക്ക് വന്നതും ഒക്കെ നന്നായി എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ കുർബാനയുടെ വിവരങ്ങൾ, ധർമ്മം എത്രയാണെന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ അക്കിക്ക് വേണ്ടി ചൊല്ലി. അക്കിക്ക് അറിയാമല്ലോ വയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ അക്കിക്ക് വേണ്ടി, പിന്നെ ഫാമിലിക്ക് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി, അങ്ങനെ പിള്ളേർക്കും ഒക്കെ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. അവിടെ മിഷൻ വെച്ചിട്ടുണ്ട്, നമുക്ക് സെലക്ട് ചെയ്ത് പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ പറ്റാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് കണ്ട് സമാധാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇവർ വാഷ്റൂമിലൊക്കെ പോയിട്ട് കാറിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ നേർച്ചയപ്പവും എണ്ണയും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നു. അവിടുന്ന് നേരെ പോയത് രാജവങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ഇത് ഇവരുടെ കസിനാണ്, നമ്മുടെ ഡാഡിയുടെ ഫാമിലി, കാര്യപ്പറമ്പൻ ഫാമിലിയാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ ചെന്നപ്പം അങ്കിളിൻ്റെ കലാവിരുതുകൾ കാണുന്നത് കേട്ടോ. ഇതൊക്കെ ഷെല്ലുകളാണ്. അത് ഇണയുള്ള, അതായത് ജോഡിയായിട്ടുള്ള ഷെല്ല് അങ്കിൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് LED പാനലിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്കിളിൻ്റെ ഒരു വീഡിയോ ഒരു അച്ഛനെടുത്തിട്ട് യൂട്യൂബിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, കണ്ടോളൂ. അങ്കിൾ 1 മാസമൊക്കെ എടുത്തിട്ടാണിത് ചെയ്യുന്നത്. അത്രയും ഭംഗിയിൽ ഡെഡിക്കേറ്റഡ്. ഞാൻ സമ്മതിച്ചു കൊടുത്തു കേട്ടോ. ക്ഷമ എന്ന് പറയുന്നത് ഓരോ മുക്കും മൂലയും പലതരം, നമ്മൾ ഒട്ടും എൻ്റെ അപ്പൻ്റെ വേറൊരു അപ്പം പക്ഷേ ഇത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യില്ല. പക്ഷേ അങ്കിള് ഞാൻ സമ്മതിച്ചു കേട്ടോ. അതിൽ അങ്കിള് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇങ്ങനെ ആക്കാമോ എന്നൊക്കെ നമ്മൾക്ക് അത്ഭുതം തോന്നും കേട്ടോ. ഇതിലൊക്കെ LED ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് അങ്കിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുകളിലൊരു ഫ്രെയിമുണ്ട് അടുക്കളയിൽ. ഇതെല്ലാം ഒരു ഫാമിലിയാണ് കേട്ടോ. മോൾക്ക് 7 മക്കളുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വന്ന സമയത്ത് ഒരു പോണ്ടിച്ചേരിയിൽ സെറ്റിൽഡ് ആയിരുന്നു, ജോലിയൊക്കെ ആയിട്ട്. കുഞ്ഞു മക്കളുണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും ഇളയ ആളെന്ന് അങ്കിൾ പറയാണ് കേട്ടോ. ആൾക്ക് 3.5 വയസ്സായി. 7 മക്കളുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഹാപ്പി ഫാമിലി ട്രീ എന്ന് വേണമെങ്കിൽ പറയും. ഇതൊക്കെ അങ്കിളിൻ്റെ സൃഷ്ടിയാണ് കേട്ടോ. ഇതും അങ്കിള്, ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പക്ഷേ സസ്പെൻസ് ഞാൻ പൊളിക്കണില്ല. എനിവേ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന കുറേ പേര് കാണും കേട്ടോ. അങ്കിള് പറഞ്ഞാൽ 30 ദിവസമെങ്കിലും ഇതുണ്ടാക്കാൻ വേണ്ടി വരാറുണ്ട്, കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തൊക്കെ. ഇതാണ് കേട്ടോ നമ്മുടെ രാജു. ഭയങ്കര ചാമിങ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് എനിക്ക് തോന്നുന്നു 2nd ടൈമാണ് അങ്കിളിനെ കാണുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ട്, ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ട് നിന്ന് ചട്ട എൻ്റെ ഒരു വേറെ വെർഷനായിട്ട് എനിക്ക് തോന്നിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറയാം വാ ഞാൻ നിങ്ങളെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അതേ TV സ്റ്റാൻഡ് മുകളിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അതിനു മുമ്പ് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു പണിശാല. എന്ത് ഭംഗിയായിട്ടാണ് ഓരോന്നും അറേഞ്ച് ചെയ്ത്. അങ്ങളിന് 8-9 തരം ചുറ്റിക ഉണ്ടെന്നാണ് പറഞ്ഞത് ഇത് ചെയ്യാനായിട്ട്. പിന്നെ സ്ക്രൂ ഡ്രൈവറുകൾ, ആണികൾ, ഓരോ സൈസും ഓരോ ചെപ്പ്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ കാണുന്ന കേട്ടോ. ഇത്രയ്ക്കൊന്നും ഞാൻ അങ്കിളിനെ എനിക്കറിയില്ല അങ്കിൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. സെലോ ടേപ്പുകളുടെ എണ്ണം കണ്ടോ. അങ്ങനെ ഇത് ഷെല്ലുകൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. സമ്മതിച്ചു കൊടുത്തു. ക്ഷമ, ഇതിനൊക്കെ ഒരു ക്ഷമയും അടുക്കും ചിട്ടയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ലൈഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്ക്രൂകളും കൊളുത്തുകളും സ്പാനറുകളും, ഞാൻ പറഞ്ഞൊരു കള്ളം വന്ന് അടിച്ച് വീഴ്ത്താനുള്ള സാധനം ഉണ്ടല്ലോ എന്ന് തമാശയ്ക്ക് പറഞ്ഞാണ് കേട്ടോ. എനിക്ക് നമ്മൾ അടുക്കളയിൽ പൊടികളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ഓരോന്നിനും പർട്ടിക്കുലർ സ്പേസ് കണ്ടെത്തി. സമ്മതിച്ചാണ് ഒരു കുഞ്ഞ് സ്പേസാണ്, ബട്ട് അതിനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അങ്കിൾ പറഞ്ഞു നീ വീഡിയോ ഇട്ടോ, ഞാൻ ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്കിളിനൊരു മോനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നാളെന്ന് പറയാൻ പറ്റില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഒരു 23 ഇയേഴ്സ് ആണെന്ന് തോന്നുന്നു. 23 ഇയേഴ്സ് ബാക്ക് ആൾ മരിച്ചു. അപ്പം മോൻ്റെ സാധനങ്ങളൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കത് സങ്കടം തോന്നി. പക്ഷേ ഒരു മകനെ അങ്ങ് അപ്പുറത്തിരുന്ന് സന്തോഷിക്കാം. അമ്മയും എനിക്ക് വേണ്ടി എന്തൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇതൊക്കെ
സാധനങ്ങൾ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നി. ഇതിൽ നിന്ന് ഇങ്ങനെയോ പള്ളികളൊക്കെ പല കാര്യം, പക്ഷെ അതിലെ ഓരോ സാധനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ അക്വേറിയത്തിനകത്തൊരു മിനി പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മോന്. നിങ്ങളിനി ശ്രദ്ധിച്ചാൽ അറിയാം, മലയാള മനോരമയിൽ ഒക്ടോബർ 13-നാണോ എനിക്ക് ഡേറ്റ് ഞാനിപ്പോൾ മറന്നുപോയി, കൃത്യമായിട്ട് അങ്ങൾ പത്രത്തിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് മൊത്തം മോൻ്റെ സാധനങ്ങളാണ്. മോൻ ഉണ്ടായിരുന്ന സമയത്ത് മോൻ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും പൊട്ടും പൊടിയും വരെ അങ്ങളതെടുത്ത്, അങ്ങളും ആൻറ്റിയും സമ്മതിച്ചോട്ടോ. ഡ്രസ്സുകൾ ഇനിയും ഉണ്ട്, പക്ഷെ ഞാനത് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. കാരണം അത് അവരുടെ ഒരു പ്രൈവസിയാണ്. ബട്ട് ഒരു പേരൻ്റ് എന്ന നിലയിൽ അവരാ മകന് കൊടുക്കുന്ന ആ ഒരു കരുതൽ എനിക്ക് മനസ്സിലായി. ഞാൻ മമ്മിയും ഡാഡിയും ഡോൺ ചേട്ടനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അവിടെ വെച്ചൊന്നും പറഞ്ഞില്ല. അങ്കിളെങ്ങാനും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ മകൻ എവിടെയെങ്കിലും ഇരുന്നത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും കേട്ടോ. ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പോഴും ഇങ്ങനത്തെ പാരൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ചിലർക്ക് മെമ്മറീസ് കീപ്പ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. അങ്ങനെ ഒരു ഫാമിലി എൻ്റെ കസിനായിട്ടുണ്ട്. അതേ സമയത്ത് ഇതെല്ലാം ഭംഗിയിൽ കോർഡിനേറ്റ് ചെയ്യാനും ഒരു ഇത് വേണം അല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പുൽക്കൂട് കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടെസ്റ്റുകളാണ്. അതാണ് ഞാൻ പറഞ്ഞ മോൻ ഇതാണ് കേട്ടോ, വിനു. അപ്പോൾ ഇവർക്ക് എന്താ പറയുക, അപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പാലായിൽ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ രാജുവിനെ സമീപിച്ചാൽ മതി കേട്ടോ. ആൾക്ക് ബിസിനസ്സും മറ്റേ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ഓൾറൗണ്ടറാണ്. അപ്പോൾ അത് തോമുനെ തമാശ പറഞ്ഞിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് തോമുന് ചിരിക്കണമെന്നുമുണ്ട് കരയണമെന്നുമുണ്ട്. അങ്കിള് ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞ വഴിക്ക് നവ്യെന്ന് കുറേ സാധനം ഇറക്കുമതി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഡോർച്ചേട്ടൻ പറയുകയാണ്, ഇത് നമ്മുടെ പാലായിലുള്ള ഇതുണ്ടോ വിനു പോൾ കാരേപ്പറമ്പൻ എന്ന് പറയുന്നത്, ഇത് അവരുടെ ബിൽഡിങ്ങാണ് കേട്ടോ. ഒക്കെ എന്താ പറയുക, ഭയങ്കര നമ്മൾ പറഞ്ഞാൽ തന്നെ കുട്ടൻസ് മനസ്സിലാവില്ല. അങ്കിളുടെ കൂടെ നിന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇത് ബ്രില്യൻ്റ്, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മൺറാട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മൺറാട് പള്ളി ഇതേ പെരുന്നാളിൽ ലൈറ്റൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ തോമിനോട് പറയായിരുന്നു, നീ ഇവിടെയാട്ടോ ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തോം പറയാം, എനിക്ക് ഓൾറെഡി അറിയാമല്ലോ. ചാക്കോയ്ക്ക് ചിലപ്പം അടുത്ത വർഷം തൊട്ട് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അവന് നിങ്ങളെന്തെങ്കിലും കാണിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. നല്ല മഴക്കാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വേഗം എത്തിച്ചേരുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം മഴ ചാറി തുടങ്ങി. ഇത് കണ്ടപ്പം പെരുന്നാൾ ഭയങ്കരമായിട്ട് നൊസ്റ്റടിച്ചു കേട്ടോ. ഞങ്ങൾക്ക് സെൻറ്റ് മേരീസിൽ പഠിക്കുമ്പം കുറച്ചധികം ദിവസം ലീവ് കിട്ടുന്നൊരു പരിപാടിയാണ് ഈ ഒരു 8 നോയമ്പ്. കാരണം നമ്മുടെ സ്കൂളിൻ്റെ വാതിൽക്ക് ഇട്ടിട്ടായിരിക്കും പാച്ചോറൊക്കെ ഉണ്ടാക്കുക. ഇപ്പം അങ്ങനെയൊന്നുമല്ല, പാരിഷ് ഹോളിലാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ലീവ് കിട്ടും. ശരിക്കും ഒരു 14 ദിവസം നമുക്ക് ലീവാണ്. നട അടയ്ക്കണ വരെ ലീവ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി കേട്ടോ. ഞാൻ ചേർന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമായിരുന്നു ഇത് ഏത് സ്കൂളിലെ യൂണിഫോമാവുന്നത്. അപ്പോൾ ഇൻഫൻറ്റ് ജീസസിലെ യൂണിഫോമൊക്കെ മാറി ഭയങ്കര സെറ്റപ്പായി എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വഴിക്ക് ചേർന്ന സ്കൂൾ ഇൻഫൻറ്റ് ജീസസ്. നമ്മുടെ മീനു ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ പരിചയം മീനുവിനെ. അങ്ങനെ നമ്മുടെ കുരിശും തൊട്ടി എത്തി. ഇവിടെ നിന്ന് എന്തോരം ബസ് കയറി പോയിട്ടുണ്ടെന്നറിയോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയിൽ തിരിയാണ്. ഇതാണ് ലാലിച്ചായൻ്റെ വീട്. മണ്ണുപ്പറമ്പ് ലാലിച്ച എന്ന് പറയും. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്നാണ്. നാട്ടുകാർക്ക് വേണ്ടി കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് കേട്ടോ ലാലിച്ചായൻ. പെട്ടെന്ന് അസുഖമൊക്കെ വന്ന് ആൾ മരിച്ചുപോയി. ബട്ട് എല്ലാവർക്കും ഇന്നും ലാലിച്ചായൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ടിടാൻ വന്നപ്പം അവിടുത്തെ പട്ടി അഴിച്ച് നടക്കുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഡോൺ ചേട്ടൻ വരണ്ട് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്കിളിനെ വിളിച്ച് പിന്നെ അങ്കിൾ പറഞ്ഞപ്പം പട്ടി പോയി. പക്ഷേ നമുക്ക് ലഗേജ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വണ്ടി വീണ്ടും അപ്പുറത്ത് നമ്മുടെ കയറ്റത്തിൻ്റെ അവിടെ കൊണ്ടിട്ടു കേട്ടോ. അവിടെ ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി കൊണ്ടിടാം എന്ന് വിചാരിച്ചു. അങ്ങനെ പാപ്പീനെ വരവേൽക്കാൻ 2 പേരും നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ ഇവരെ കാണുമ്പോൾ കുറേ അഭിനയിക്കുകയൊക്കെ ചെയ്യും. കൈ വയ്യ കാല് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ഈ ഏരിയയിൽ ഇപ്പോൾ ഫുൾ പട്ടികളാണ് കേട്ടോ. അതുകൊണ്ട് നല്ല പേടിയുണ്ട്. ഞാൻ അതുകൊണ്ട് അവരോട് വരാൻ പറഞ്ഞു. കാരണം അവർക്ക് പരിചയമുണ്ടല്ലോ, നമുക്ക് പരിചയമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ലോകത്ത് ഏറ്റവും പേടി പട്ടീനെയാണ്. അങ്ങനെ വന്ന വഴിക്ക് തന്നെ ഞങ്ങളിതേ ചോറും അപ്പോൾ ഡോൺ ചേട്ടനോട് ഞാൻ ആദ്യം ഉണ്ടാകാൻ പറഞ്ഞു. അപ്പോൾ പിള്ളേർക്കുള്ള ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നാണ് വള്ളംകളി നടക്കുന്നത്. അപ്പോൾ അച്ഛനത് കാണുമായിരുന്നു. അപ്പം ഡോൺ ചേട്ടനും ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാത്തിനും ശേഷം ഞാനിരുന്ന് നല്ല ജയ അരിയുടെ ചോറാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുട്ട പൊരിച്ചതുണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, കിഴങ്ങ് ഞാൻ ഉണ്ടാക്കി വെക്കണമെന്ന് ഓൾറെഡി പറയൂ കേട്ടോ. പിന്നെ നോൺ വെജ് ഞാൻ പറഞ്ഞു ഇന്നൊന്നും വെക്കണ്ട. ഞങ്ങൾ പലതും പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ അവിടുന്ന് വരിക.
അപ്പോൾ അതെ പിള്ളേരും അച്ഛനും തുടങ്ങി കേട്ടോ കളി. ഇനി ഇവരുടെ ഒരു വിളയാട്ടാണ്. അപ്പോൾ അച്ഛനോട് പറയാണ് പുറത്ത് കയറി ഇരിക്കുന്നൊക്കെ പറയാം. അത് ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ, ഡെമോ ആണ് കേട്ടോ. അങ്ങനെ അവരുടെ കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ അവർ അച്ഛനെ പഞ്ഞിക്കിടാൻ തുടങ്ങി കേട്ടോ. അച്ഛന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ പ്രായമായതുകൊണ്ട് അങ്ങനെ വലിയ ഒടിക്കലിനൊന്നും പറ്റില്ല. അച്ഛൻ ഒടിഞ്ഞു പോകും. അപ്പോൾ ഡോൺ ചേട്ടനോട് പറഞ്ഞു പെട്ടി വാങ്ങിച്ചു കൊടുത്തിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു എനിക്കൊരു മരണത്തിന് സാക്ഷി പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ കാണിക്കുന്ന കാട്ടായം കണ്ടോ, ഒരു രക്ഷയില്ല. ഇതൊക്കെ ഡോൺ ചേട്ടൻ ഫ്രഷ് ആവാൻ പോയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നാളെ രാവിലെ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് മേ ബി ഞാൻ കുമ്മളി എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുമ്മളിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ കുമ്മളി പോയിട്ടും കുറച്ചധികം നാളുകളായി. എനിക്കൊന്ന് ചാക്കോ ഉണ്ടായതിന് ശേഷം ഞങ്ങളങ്ങനെ പോയിട്ടില്ല. ചാക്കോ കണ്ടിട്ടുണ്ടാവില്ല കുമ്മളി. അപ്പോൾ ഒന്ന് പോയിട്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ ബ്രദറിനൊന്ന് വയ്യാതായിട്ടുണ്ടായിരുന്നു, അപ്പോഴും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ അവിടെ ഒന്ന് പോകണം, മൊത്തത്തിലൊരു റൗണ്ട് അടിച്ചിട്ട് വരാം, പിള്ളേർക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ. ഇപ്പോൾ അവർക്ക് എല്ലാം അറിയാവുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ ചാക്കോയ്ക്കായാലും വലിയ കുഴപ്പമൊന്നുമില്ല. സോ പോവാമെന്ന് വിചാരിച്ചു. അമ്മയുടെ നാത്തൂനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെപ്പോഴും ഭയങ്കരമായിട്ട് അമ്മേനെ സംബന്ധിച്ച് അമ്മയ്ക്ക് രണ്ട് സൈഡും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അതാണ് അമ്മയുടെ ജീവിത വിജയം എന്ന് ഞാൻ പറയും. അങ്ങനെ അപ്പാപ്പനെ പഞ്ഞിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കൊച്ചുമക്കളും. അതിനിടയ്ക്ക് ഞങ്ങളൊരു കുട്ടി സ്നാക്സ് അടിക്കാനിരുന്നു കേട്ടോ. ഞാനും ഡോൺ ചേട്ടനും കാപ്പിയൊക്കെ കുടിച്ച് നല്ല നല്ല സ്പൈസി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിച്ചു. നല്ല അടിപൊളി കോഫി കഴിച്ചു. അതിന് ശേഷം പിന്നെ ഇതായിരുന്നു കേട്ടോ അംഗം വെട്ട്. അച്ഛൻ്റെ തലയിൽ കയറിയിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവരെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ കിട്ടാറില്ല. പിന്നെ അച്ഛനായാലും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അമ്മ നൈറ്റിക്കോലാണ്, എന്നാലും സാരിയില്ല, ഞാൻ പിടിച്ചിരുത്തി. അമ്മ എപ്പോഴും തോളത്തൊരു തുണി ഇടും കേട്ടോ, തോർത്തോ. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ വരുവാണെങ്കിൽ തോർത്തേ ഇടുകയുള്ളൂ. വീട്ടിലാണെങ്കിൽ സാധാരണ എന്തെങ്കിലും ഇപ്പോൾ നൈറ്റി മുറിച്ച് തുണി കാണും, അതൊക്കെ തോളത്ത്. മുമ്പർക്ക് അതില്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ല കേട്ടോ. അപ്പോൾ അതേ അച്ഛനും പിള്ളേരും തകൃതിക്ക് തലകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പറയും നിങ്ങൾക്ക് വല്ലതും പറ്റും മിണ്ടാണ്ടിരിക്കുക, പക്ഷേ ഫുൾ സ്വിങ്ങിൽ ചാക്കോ ആയിരുന്നു കേട്ടോ. ചാക്കോ കുറച്ചും കൂടെ ഒരു മണിക്കൂറും കഴിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ പട്ടായേനെ. അതുപോലെ കഴുത്തെ തൂങ്ങി കിടക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് അച്ഛനോട് പറയാണ് ഇങ്ങനെ എന്നെ എടുത്തുകൊണ്ട് പോകുന്നു. അച്ഛന് പറ്റുന്നുണ്ടോ? അച്ഛൻ പറഞ്ഞു ഞാൻ ഇരുന്ന് തരാൻ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എടുത്തുകൊണ്ട് പോകാൻ മാത്രം എന്നോട് പറയരുതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചാക്കോ പറയണേ ഞാൻ മുടി ചെയ്തരാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ എവിടെയാടാ എൻ്റെ മുടി ഇരിക്കുന്നത് ചെയ്യുവാനായിട്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഒരു റഫറി പോലെ അവിടെ ഇരുന്നു. കാരണം ഇവരെപ്പോഴാണ് 3 പേരും തെറ്റുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അച്ഛനെ സംബന്ധിച്ച് പിള്ളേരുടെ കൂടെ കുറുമ്പ് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെ ഒരു പൊട്ടി കുറുമ്പനാണ്. അതിൻ്റെ കൂടെ പിള്ളേരുടെയും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയാവും കേട്ടോ. എന്താ പറയുക, ഒക്കത്തിനും ഭ്രാന്തളകി, അച്ഛനും ഇളകി പിള്ളേർക്കും ഇളകി. അപ്പോൾ നിങ്ങൾക്കെല്ലാം കോട്ടയം വ്ളോഗ് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇതൊന്നും സ്പീഡിലിടാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഞാൻ കുറേ പേരുടെ കമൻറ്റ്സ് കണ്ടിരുന്നു, കോട്ടയം വ്ളോഗിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു മാക്സിമം ലോങ്. ഞാൻ സാധാരണ അങ്ങനെ 7-8 മിനിറ്റ് വീഡിയോ ഒക്കെ ഇവിടെ വന്നാൽ ഇടാറുള്ളൂ. പക്ഷേ ഞാൻ എന്നോർത്ത് കുറച്ചധികം ഇടാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടൈം കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ആ ഒരു ബനിയനാണ് കേട്ടോ അത്. ഇവിടെ മുക്കിൽ കണ്ട ഒരു കളർഫുൾ ബനിയൻ, അത് നമ്മുടെ പഴയ ടി വി മൂടി വെച്ചിരിക്കുകയാണ്. അതിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ അവിടെ ഒരു സ്റ്റെപ്പിനി പോലെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ റൂം അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതിനകത്താണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവർ വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ ടീഷർട്ടിന് ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു ടീഷർട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര നൊസ്റ്റുള്ളൊരു ടീഷർട്ടാണ്. അത് കാണുമ്പോൾ എനിക്ക് പലതും എൻ്റെ ലൈഫിൽ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇരിക്കുമ്പോൾ വരുമ്പോൾ തന്നെ കാണാം നമുക്ക് ആ ടീഷർട്ടാണ് കാണാം. അപ്പോൾ നമുക്ക് പലതും ഓർമ്മ വരും. വിഷമം വരില്ല കേട്ടോ, സന്തോഷം മാത്രമേ വരുള്ളൂ. ആ ടീഷർട്ട് എൻ്റെ എറണാകുളം ടൈമിലുള്ള ടീഷർട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ അതേ അച്ഛനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ഒരാൾ വാ പൊത്തുന്നു, ഒരാൾ മൂക്ക് പൊത്തുന്നു. അതായത് അച്ഛൻ കരഞ്ഞു കാണിച്ചു. അപ്പോൾ അച്ഛൻ്റെ വാ പൊത്തി പിടിച്ചു കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ തോന്നുമ്പോൾ മൂക്കും കൂടെ പൊത്തി പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇതിനിയും വല്ല ചൈൽഡ് കണ്ടൻ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു സ്മൈലി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾ എന്താവുമെന്ന് വിചാരിക്കേണ്ട. കാരണം എന്നെ ഇങ്ങനെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതിന് ശേഷം നല്ല അടിപൊളി ഫുഡ് നമ്മുടെ മിഡ് ടൗണിൽ നിന്ന് മേടിച്ച് കഴിച്ചു കേട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞു ഒന്നും അമ്മ സംഭവം മീൻകറിയും ദോശയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ തോട്ട് ഡോൺ ചേട്ടൻ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് ആദ്യം പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് 2 പേര് ഞങ്ങൾ ടയേർഡായി. ഇന്നലെ ആകെ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ. എനിക്ക് ആ Q&A എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറേ അധികം സമയം എടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലേറ്റായി.
അപ്പോൾ നല്ല ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇവിടുന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചത് മിഡ് ടൗണിൽ നല്ല സൂപ്പർ ഡ്രാഗൺ ഷിംല റൈസ്, ഷിംലയാണോ ഹക്ക റൈസ് ആണോ അങ്ങനെ എന്തോ കഴിച്ചു. ആദ്യം നോൺ ചേട്ടൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു, പക്ഷേ ടേസ്റ്റ് നോക്കിയപ്പം ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ ടേസ്റ്റിൻ്റെ ഇതിൽ പറയുന്ന വാക്കുകളൊക്കെ തെറ്റിപ്പോകുന്നതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. നിങ്ങൾ കോട്ടയത്തുള്ളവരാണ്, മണ്ണാടുള്ളവരാണെങ്കിൽ മിഡ് ടൗണിൽ ഉറപ്പായിട്ടും ഫുഡ് ട്രൈ ചെയ്തോളൂ. ഭയങ്കര വേർത്തിയായിട്ട് തോന്നി. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ രാജവങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അതൊന്ന് കയറി കണ്ടോളൂ. അപ്പോൾ ഒന്നും കൂടെ എന്താ പറയുക ഡീറ്റെയിൽസ് അറിയാം. ഞാൻ എന്തായാലും എനിക്ക് കണ്ട ഒരു ഇഷ്ടത്തിൽ അങ്കിളും എടുത്തോളാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ഇനി വേഗം കിടന്നുറങ്ങിയിട്ട് വേണം നാളെ പോയി. ഇപ്പോൾ ഓൾറെഡി 11:45 ഓൾറെഡി ഡോൺ ചേട്ടൻ പിള്ളേരൊക്കെ ഉറങ്ങി. ഇനി ഞാൻ മാത്രമേ ഉറങ്ങാനുള്ളൂ. വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങി കേട്ടോ. ഞാൻ ആദ്യം സിറ്റ് ഔട്ടിലിരുന്ന് എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഫുൾ പട്ടികളാണ്. ഇവർ വരുമ്പോഴത്തേനും ഞാനൊന്നെങ്കിൽ പേടിച്ച് അറ്റാക്ക് വന്ന് ചത്തിട്ടുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു ഹാളിൽ നിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും നന്ദി. Q&A വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം വ്ളോഗ്സും സപ്പോർട്ട് ചെയ്യുക. നാളെ ഞാൻ കുമ്മിളി വ്ളോഗായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.